നമസ്കാരം. മനുഷ്യൻ്റെ ജീവിത പ്രതിസന്ധികളിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ജ്യോതിഷത്തെയാണ് ആശ്രയിക്കുന്നത്. ആ രംഗത്ത് ഏറെ പ്രഗത്ഭനായ, കേരളത്തിനകത്തും പുറത്തും അനവധി അവാർഡുകൾ കരസ്ഥമാക്കിയ ഒരു ലെജൻഡിനൊപ്പമാണ് ഞാനിപ്പോൾ ഉള്ളത്. പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത ഡോക്ടർ കുടമാളൂർ ശർമ്മ. ഏറെ വിനീതമായി അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാർ നമസ്കാരം. നമസ്കാരം. ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണ്. ഈ കാലഘട്ടത്തിൽ ജ്യോതിഷത്തിൻ്റെ പ്രസക്തി എന്താണ്? ജ്യോതിഷം എന്ന് പറയുമ്പോൾ ജ്യോതിശാസ്ത്രം എന്നാണ്. അതായത് ദൈവത്തിൻ്റെ ഒരു അരിത്തമാറ്റിക്കും മാത്തമാറ്റിക്കും ജോമെട്രിയും എല്ലാം കൂടെ ചേരുന്ന ഒരു ക്യാപ്സൂളാണ്. അത് അശ്വതി നക്ഷത്രം മുതൽ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർതം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, ശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി 27 നക്ഷത്രങ്ങളും ഭാഗികമായി 4 മിനിറ്റ് നേരത്തേക്ക് ഉദിക്കുന്ന അഭിജിത്ത് നക്ഷത്രവും കൂടി ചേർത്ത് 28 നക്ഷത്രങ്ങളാണ് ആകെ നമ്മുടെ പ്രവചന രീതികളിൽ ഉള്ളതും. ആകാശമണ്ഡലങ്ങളിൽ തെളിഞ്ഞും ലെൻസ് വഴിയും കാണാവുന്ന നക്ഷത്രങ്ങളും അതുപോലെ തന്നെ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, വ്യാഴം, ശനി, ബുധൻ, ശുക്രൻ എന്നീ സപ്തഗ്രഹങ്ങളും അതുപോലെ തന്നെ വിഷ, ഛായ, സാങ്കല്പിക ശക്തിഗ്രഹമായ രാഹു എന്ന ഗ്രഹവും അഗ്നി, ജ്വാല, സാങ്കല്പിക ഗ്രഹമായ കേതു എന്ന ഗ്രഹവും ഉൾപ്പെടെ നവഗ്രഹങ്ങളാണ്. 27 നക്ഷത്രങ്ങളും ചേർന്നതാണ് ജ്യോതിശാസ്ത്രത്തിൻ്റെ പ്രവചന രീതിയും. ഒരു കുട്ടി ആണായാലും പെണ്ണായാലും ഭൂമിയിൽ ജനിക്കുന്ന ആ സമയബിന്ദുവിനെ ആസ്പദമാക്കി ഈ ഗ്രഹങ്ങളും അവയുടെ സഞ്ചാരവിധികളായ മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം എന്നീ 12 രാശികളും 27 നക്ഷത്രങ്ങളും നവഗ്രഹങ്ങളും കൂടി ഈ ഭൂമിയിൽ മറ്റ് നവഗ്രഹങ്ങളിൽ നിന്നും 27 നക്ഷത്രങ്ങളിൽ നിന്നും അവയുടെ സഞ്ചാരവീതികളായ 12 രാശികളിൽ നിന്നും ഭൂമിയിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടി, സ്ഥിതി, സംഹാരാദി നിയന്ത്രിക്കുന്നു എന്നുള്ള കണ്ടെത്തലുകളാണ് ജ്യോതിശാസ്ത്രത്തിൻ്റെ ആധാരം. അനേകായിരം വർഷങ്ങൾക്ക് അല്ലെങ്കിൽ യുഗങ്ങൾക്ക് മുമ്പ് തന്നെ ജ്യോതിശാസ്ത്രം നിഴലിച്ചിരുന്നു. പല മുഹൂർത്തങ്ങളും കണ്ടെത്തിയിരുന്നതും പല മുഹൂർത്തത്തിൽ ചെയ്യാവുന്ന നല്ല നല്ല കാര്യങ്ങളും ജ്യോതിശാസ്ത്രത്തെ അവലംബിച്ചിരുന്നു എന്നാണ്. പുരാണത്തിൽ കേട്ടിരിക്കുന്ന പാലാഴി മഥനം വരെ ബിന്ദം എന്ന് പറയുന്ന ഒരു മുഹൂർത്തം എടുത്ത് അതിൽ നിന്നാണ് പാലാഴി മഥന സമയം വരെ തിരഞ്ഞെടുത്തത് എന്നാണ്. അപ്പോൾ കൃതായുഗം മുതൽ തന്നെ ഈ ജ്യോതിശാസ്ത്രത്തിന് പ്രാധാന്യമുള്ളതായിട്ട് പുരാണങ്ങളും ഇതിഹാസങ്ങളും ആചാര്യന്മാരും എല്ലാം സമർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ ആധുനിക ലോകത്തിലും മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങൾക്ക് ജനനം, അവൻ്റെ ആയുസ്സ്, ആരോഗ്യം, വിദ്യാഭ്യാസം, ഉദ്യോഗം, വിവാഹം, സന്താനം, ഭാഗ്യം, ഉന്നതി, വസ്തു, ഗൃഹം, വാഹനം, വേഷഭൂഷണാദികൾ, സമ്പാദ്യം, മനസ്സിൻ്റെ സമാധാനം, സന്തോഷം, രോഗപ്രതിരോധ ശക്തി, ഇങ്ങനെയുള്ള അനവധി നൂറുകണക്കിന് കാര്യങ്ങൾ ആയിട്ട് മനുഷ്യൻ ഉഴലുകയാണ്. ഇവയിൽ ജ്യോതിശാസ്ത്രപരമായി പല കാര്യങ്ങളും ഒരു ഇരുട്ടുമുറിയിലെ മണ്ണെണ്ണ വിളക്ക് പോലെ ഇവയെല്ലാം കണ്ടെത്തുവാനും അവയെ പരിപോഷിപ്പിക്കുവാനും ദോഷങ്ങളിൽ നിന്ന് മുക്തി നേടുവാനായിട്ടുള്ള താന്ത്രിക വിദ്യകളും എല്ലാം കൂടെ ചേരുന്ന ഒരു വിഷയമാണ് ജ്യോതിശാസ്ത്രം.